NDA സ്ഥാനാർത്ഥി പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ ലൈംഗിക അതിക്രമ കേസ് BJPയുടെ പ്രശ്നമല്ലെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പറയുന്നു. വിഷയം തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. ദക്ഷിണേന്ത്യയിൽ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നും പ്രഹ്ലാദ് ജോഷി 24-നോട് പറഞ്ഞു. Prajwal Revanna case, that was any effect in the Karnataka election? No, not at all, because it is a different party, ours is a different party. Not at all. The Congress will be the Who is responsible? भारत माता की national बोलो भारत माता की they campaigned the program. मोदी सरकार National, who has done it? नरेंद्र मोदी It is the Congress which has done it. Why did they not arrest? 21st clips have come out. Why did they not arrest? ಯಾವತ್ತು ಕುಂಗೋಡ್ ಗ್ರಾಮದ ಜನತೆ Not effect in ಈ Karnataka. ಒಂದು Not at all. ಪ್ರಚಾರ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ತಾವು ಪಾಲ್ಗೊಂಡು ബംഗളൂരു മെട്രോ നഗരത്തിൽ നിന്ന് അരുൺ പൂപ്പറമ്പ തത്സമയം ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, പ്രഹ്ലാദ് ജോഷി എന്താണ് കാര്യമായിട്ട് പറയുന്ന വിവരങ്ങൾ പറയും കേന്ദ്രമന്ത്രി. ഈ വിഷയത്തിൽ BJP നേതാക്കളൊന്നും കാര്യമായ പ്രതികരണം നടത്തിയിരുന്നില്ല. ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ പ്രതികരണം പുറത്തു വരുന്നത്. അതായത് കന്നഡ രാഷ്ട്രീയം ഇപ്പോൾ ഒരു കേസിൻ്റെ പിന്നാലെ ചുറ്റിത്തിരിയുകയാണ്. അതിനു മുമ്പുണ്ടായ എല്ലാ പ്രചാരണ വിഷയങ്ങളും, തെരഞ്ഞെടുപ്പിലെ പ്രചാരണ വിഷയങ്ങളും മാറിമറിഞ്ഞു. ഇപ്പോൾ ഈ പ്രജ്വൽ രേവണ്ണ കേസിലാണ് അത് ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, തെരഞ്ഞെടുപ്പ് വേദികളിലെല്ലാം ഈ വിഷയം മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. BJP ആദ്യം മുതലേ പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ ഇത് തിരിച്ചടിയാവില്ല, അവശേഷിക്കുന്ന 14 മണ്ഡലങ്ങളിലും BJP വിജയിക്കുമെന്നതാണ് ഈ കേസ് പുറത്തു വന്നതിന് പിന്നാലെ BJP നേതാക്കൾ പറഞ്ഞത്. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇപ്പോൾ എവിടെ, അതായത് പ്രജ്വൽ രേവണ്ണ കേസിൻ്റെ എഫക്റ്റാണ് മൊത്തം കർണാടകയിൽ. സ്വാഭാവികമായും അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന പൊതു വിലയിരുത്തലാണ് ഉള്ളത്. കാരണം അവശേഷിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം കോൺഗ്രസ് ഇത് വലിയ പ്രചാരണ വിഷയമാക്കി മാറ്റിയിട്ടുണ്ട്. ആ കേസ് ഗുരുതരമായിട്ടുള്ള ഒരു കേസാണ്. അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ, പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം അങ്ങനെയാണ്. നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് പ്രജ്വൽ രേവണ്ണ ഉടൻ ബംഗളൂരുവിൽ എത്താനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള വിവരങ്ങൾ പ്രജ്വലിൻ്റെ പിതാവ് ഉൾപ്പെടെ അന്വേഷണ സംഘത്തെ അറിയിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കുരുക്കുമുറുകി നാട്ടിലെത്താതെ മറ്റ് നിർവാഹമില്ല എന്നൊരു ഘട്ടം വന്നു കഴിഞ്ഞു. അതായത് BJP നേതാക്കൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടു വിവാദം എത്രയും പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കണം എന്നതാണ് BJP നേതൃത്വം ഉൾപ്പെടെ JDS-നോട് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ പ്രജ്വൽ എത്രയും പെട്ടെന്ന് ബംഗളൂരുവിലെത്തി അതായത് കീഴടങ്ങിയ ശേഷം ഈ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ ഹാജരാകുക എന്ന തീരുമാനമാണ് ഇപ്പോൾ JDS നേതൃത്വം എടുത്തിട്ടുള്ളത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് വലിയ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് ഇത് പ്രചാരണ വിഷയമാക്കുന്നു. തെരഞ്ഞെടുപ്പ് വേദികളിലെല്ലാം കർണാടകയിൽ പ്രജ്വൽ രേവണ്ണ കേസുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. BJPക്ക് തിരിച്ചടിയാകുമെന്ന പൊതുവിലയിരുത്തലാണുള്ളത്. ഓക്കെ, താങ്ക് യു. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങളുമായി ചേർന്നത്.